വിമർശനം, മാരഡോണിന്റെ ഭാഗത്തു നിന്നുള്ള വിമർശനം എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഒരു ക്ലബിനെ പോലും മാനേജ് ചെയ്യാത്ത ഒരാളെ നിങ്ങൾ അർജന്റീന പോലത്തെ ഒരു രാജ്യത്തിന്റെ കോച്ചാക്കാൻ അത് വളരെ വലിയൊരു തീരുമാനമായിരുന്നു. അതിപ്പോ ഡെലഫ്യൂന്റെ സ്പെയിനിന്റെ കോച്ചായപ്പോഴും ഇതേ വിമർശനം ഉണ്ടായിരുന്നു. ഇയാൾ ആകെ ആലവസ് എന്ന് പറഞ്ഞ ഒരു ചെറിയ ടീമിന് 11 കളിയാ മാനേജ് ചെയ്തിട്ടുള്ളത്. ഇയാൾ എങ്ങനെ സ്പെയിനിനെ പോലത്തെ ഒരു ടീമിന്റെ മാനേജർ ആക്കും? പക്ഷെ അന്താരാഷ്ട്ര ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ക്ലബ് ഫുട്ബോൾ അല്ല. ഇവിടെ ടാക്ടിക്സിനല്ല പ്രധാനം. നിങ്ങൾ കളിക്കാരെ എങ്ങനെ നിങ്ങൾക്ക് വളരെ കുറച്ച് സമയത്തിന് ഈ കളിക്കാരെ കിട്ടുന്നുള്ളൂ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഭയങ്കര ഒരു ടാക്ടിക്കൽ മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല. എങ്ങനെ നിങ്ങൾ ഈ കളിക്കാരെ മാനേജ് ചെയ്യണോ അതിലാണ് മികവ്. പിന്നെ സ്കലോണിയെ മാത്രം നമ്മൾ പറയുന്നത് തെറ്റാണ്. ആ ബാക്ക് റൂം സ്റ്റാഫ്, അതിപ്പോ ഡിഫൻഡേഴ്സ്, ലെജൻഡറി ഡിഫൻഡേഴ്സ് ആയിരുന്നു റോബർട്ടോ ആയാലും വോൾട്ടർ സാമ്യുൽ ആയാലും, മെസ്സിയുടെ ഒരു ഐഡലായിരുന്ന പാബ്ലോ അയ്മാർ ആയാലും. പാബ്ലോ അയ്മാർ കാരനാണ് ശരിക്കും മെസ്സി ഈ ലെവൽ എത്തിയിട്ടുള്ളത്. മെസ്സി ആദ്യത്തെ 10 കൊല്ലം അർജന്റീനയ്ക്ക് കളിക്കുമ്പോൾ ഒരു അനാഥ പ്രേതം പോലെ ഇങ്ങനെ നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആർക്കും മെസ്സിയെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയില്ല. മെസ്സിക്ക് ഒരു ഫീലിംഗ് ഓഫ് ബിലോങ്ങിങ് ഉണ്ടായിരുന്നില്ല. എപ്പോഴും എല്ലാവരും ഇത് ബാഴ്സലോണയുടെ കളിക്കാരൻ ഇടയ്ക്ക് ഇവിടെ വന്ന് കളിക്കണമെന്ന് ആ ഒരു രീതിയിലാണ് പലരും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. മാരഡോണയ്ക്ക് വരെ മെസ്സിയുടെ ബെസ്റ്റ് ഇത് എടുക്കാൻ പറ്റിയില്ല. ഇവിടെ അയ്മാർ അസിസ്റ്റൻ്റായി വന്നപ്പോൾ അയ്മാറിന് മെസ്സി ആയിട്ടുള്ള തൻ്റെ ഹീറോ ആയിരുന്നു എന്നുള്ള ഒരു കണക്ഷൻ കാരണം ആ ഒരു കംഫർട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അതിനുശേഷമാണ് എല്ലാം ജയിച്ചു തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ആ മുഴുവൻ കോച്ചിങ് സ്റ്റാഫിനും ക്രെഡിറ്റ് കൊടുക്കണം, സ്കലോണിന്റെ മാത്രമല്ല. ഈ മെസ്സി വിരമിക്കുന്ന ഒരു തീരുമാനം എടുത്ത സമയത്ത് ഐമറിന്റെ ഒരു ഇടപെടല് അതെ, പലരും ഇതിപ്പോ അതേ പറഞ്ഞു, ഒരാളുടെ ഇത് മാത്രമല്ല. ഇതിപ്പോ എനിക്ക് ഓർമ്മയുണ്ട്, ഏത് ഖത്തർ ലോകകപ്പിൽ മെക്സിക്കോ ആയിട്ടുള്ള കളിയിലാണ് തോന്നുന്നു, മെസ്സി ഗോൾ അടിക്കുമ്പോൾ അയ്മാർ ബെഞ്ചിലിരുന്ന് കരയുന്നത്. എന്നുവെച്ചാൽ അത് അത്രയും ഒരു ക്രൂഷ്യൽ മാച്ചായിരുന്നു. അത് തോറ്റ അർജന്റീന പുറത്താണ്, സൗദിയോട് തോറ്റു കഴിഞ്ഞു. എന്നുവെച്ചാൽ താൻ അത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മെസ്സിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി. അത് ആ ടീം സ്പിരിറ്റാണ് കാണിക്കുന്നത്. അത് ഒരിക്കലും കളിക്കാർക്ക് മാത്രമായിട്ട് ജയിക്കാനും പറ്റില്ല, ഒരു കോച്ചിന് മാത്രമായിട്ടും ജയിക്കാൻ പറ്റില്ല.